നമസ്കാരം. സന്ദീപ് വാര്യറിനെ തൃക്കരിപ്പൂരിനും വേണ്ട, കാസർഗോഡിന് വേണ്ട എന്നാണ് കാസർഗോഡ് DCC പ്രസിഡന്റായിട്ടുള്ള PK ഫൈസൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം സന്ദീപ് വാര്യറിനെ സ്ഥാനാർത്ഥിയാകും എന്ന് നിശ്ചയിച്ചിരുന്നത് പാലക്കാടായിരുന്നു. എന്നാൽ പാലക്കാട് സന്ദീപ് വാര്യറിനെ സ്വീകരിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പിന്നീട് സന്ദീപ് വാര്യറിനെ തവനൂറാണ് സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടിരുന്നതെങ്കിൽ തവനൂറിനും വേണ്ട, ഈ വർഗീയവാദിയായിട്ടുള്ള ആളിനെ മലപ്പുറത്ത് വേണ്ട, മലപ്പുറത്ത് സന്ദീപ് വാര്യറിനെ എടുക്കുവാൻ കഴിയില്ല എന്ന് മലപ്പുറം DCCയും പറഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത്തരത്തിൽ സന്ദീപ് വാര്യറിനെ ഒരു ജില്ലയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. വലിയ ആഘോഷത്തോടു കൂടിയാണ് സന്ദീപ് വാര്യറിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് എങ്കിലും കോൺഗ്രസിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ നേരിടുന്നത് കനത്ത അവഗണനയാണ്. അതായത് സന്ദീപ് വാര്യറിനെ ഒരു എടുക്കാച്ചരക്കായിട്ട് കോൺഗ്രസിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് BJPയിൽ നിന്ന് വളരെ വലിയ രീതിയിൽ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞതിന് ശേഷം സന്ദീപ് വാര്യറിനെ ഒരു രീതിയിലും ഉൾക്കൊള്ളുവാനായിട്ട് കോൺഗ്രസിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയില്ല, അത് ഒരു വലിയ അവഗണനയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയതായിരുന്നു. എന്നാൽ ഇല്ലത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മ തൊട്ടെത്തിയതുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോയി സന്ദീപ് വാര്യർ. അതായത് കോൺഗ്രസിനകത്ത് സന്ദീപ് വാര്യർ ഒരു പൂജ്യനായി മാറിയിരിക്കുന്നു, അതായത് ഒരു വട്ടപൂജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. അത്യധികം നാണക്കേടോടുകൂടിയാണ് സന്ദീപ് വാര്യർ തല കുനിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ കഴിയുന്നത്. നേരത്തെ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയതിനു ശേഷം ഗൾഫ് നാടുകളിൽ ഒരു പര്യടനമൊക്കെ നടത്തി. ഇതാ തന്നെ കോൺഗ്രസ് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഹിന്ദു വർഗീയവാദികൾക്കിടയിൽ നിന്നും താനിതാ സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറി വന്നിരിക്കുന്നു, വെറുപ്പിൻ്റെ കടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറി വന്നിരിക്കുന്നു എന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ട് സന്ദീപ് വാര്യർ വലിയ വൈറലായിരുന്നു. എന്നാൽ ആ ഒരു തുടക്കത്തിലുള്ള ഒരു വലിയ സ്വീകരണമൊന്നും ഇപ്പോൾ സന്ദീപ് വാര്യറിന് അവിടെ ഇല്ല. തുടക്കത്തിൽ സന്ദീപ് വാര്യറിനെ എടുത്തുകൊണ്ട് നടന്നവർക്കൊന്നും ഇപ്പോൾ സന്ദീപ് വാര്യറിന് വേണ്ട, ഒരു ഗുണവുമില്ലാത്ത ആളാണ് സന്ദീപ് വാര്യർ എന്നതാണ് അവരുടെയൊക്കെ വാദം. എന്തിനാണ് പിന്നീട് സന്ദീപ് വാര്യറിനെ ഇത്രയധികം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുപോയത് എന്ന് കോൺഗ്രസ് തന്നെ മറുപടി പറയാൻ തയ്യാറല്ല. എന്തായാലും സന്ദീപ് വാര്യറിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് കോൺഗ്രസിന് ബോധ്യമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സന്ദീപ് വാര്യറിന് അധികാരത്തോടുള്ള അത്യധികമായ ഭ്രമവും അതോടൊപ്പം തന്നെ പൈസയോടുള്ള അത്യധികമായ ഭ്രമവുമാണ് എന്ന് ചില കോൺഗ്രസിൻ്റെ ചില ഇടങ്ങളിൽ നിന്നൊക്കെയും വലിയ രീതിയിലുള്ള ചില കരക്കമ്പികൾ എന്ന് പറയും പോലുള്ള ചില കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതായത് അത്തരത്തിൽ വലിയ നാണക്കേടാണ്. അതായത് സംസ്ഥാന നേതൃനിരയിൽ BJPയുടെ വക്താക്കൾക്കിടയിൽ ഒരു നല്ല സ്ഥാനം നേരത്തെ സന്ദീപ് വാര്യറിന് ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ അധികാരം മോഹിച്ച് അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും കിട്ടുന്ന വരുമാനങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പല ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നത്, അവിടെ നിന്ന് കിട്ടുന്നത് കടുത്ത അവഗണനയും പരിഹാസവും പുച്ഛവും മാത്രം. പാലക്കാട് നിന്നിരുന്നുവെങ്കിൽ അല്പമെങ്കിലും ചില വോട്ടുകൾ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യം തന്നെ അടിമുടി. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് ആരും പാലക്കാട് നിന്നാലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം അത്ര വലിയ രീതിയിലുള്ള ഒരു ഇമേജാണ് കോൺഗ്രസിന് അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് BJPയുടെ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥികളാണ് ഇലക്ഷൻ രംഗത്തുള്ളത്, തിരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. അതായത് പാലക്കാട് തന്നെ BJPയുടെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുണ്ട്. ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും അവിടെ വിജയിക്കും എന്ന തരത്തിൽ തന്നെയാണ് അവിടുത്തെ പ്രീപോൾ സർവേകളൊക്കെ വരുന്നത്. ആ രീതിയിൽ വലിയ ഇളക്കിമറിക്കലാണ് അവിടെ പാലക്കാട് നടന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സർവാത്മന സ്വീകാര്യയാണ് ശോഭാ സുരേന്ദ്രൻ. അതോടൊപ്പം തന്നെ മൊഹീദ്ദീൻ കാര്യശ്ശേരിയെ പോലുള്ള, അതായത് BJPയെ എല്ലാ സമയത്തും വന്ന് ചാനൽ ചർച്ചകളിലൊക്കെ കുറ്റപ്പെടുത്തുന്ന സാഹിത്യകാരനായ MN കാര്യശ്ശേരി അടക്കം പറഞ്ഞിരിക്കുന്നതാണ് ഇനി ശോഭാ സുരേന്ദ്രനായിരിക്കും അവിടെ പാലക്കാട് നിന്ന് MLA ആകാൻ പോകുന്നത് എന്നാണ്. അത്തരത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ BJPക്ക് പാലക്കാടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലക്കാട് നിന്നുള്ള BJPയുടെ പഴയ നേതാവ് സന്ദീപ് വാര്യറിനെ ഓരോ ജില്ലകളിൽ നിന്നും
ആട്ടി പുറത്താക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. എന്തായാലും സന്ദീപ് വാര്യറിന് എവിടെയെങ്കിലും ഒരു അഭയം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.